ിലേക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് കുട്ടിക്ക് എന്ത് സംഭവിക്കും? ദൂരേക്കുള്ള കാഴ്ച ഇപ്പോഴത്തെ കുട്ടികളിൽ കുറവാണെന്നാണ് പഠനം പറയുന്നത്. അപ്പൊ പുറത്തിറങ്ങി ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി കുട്ടികളോട് പറയണം, അല്ലെങ്കിൽ നേരത്തെ തന്നെ കണ്ണട വെക്കേണ്ട ആവശ്യം വരും. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ചുകൂടെ വലിയ ആൾക്കാരായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴത്തെ പോഷന്മാരുടെ വലിയൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് രക്തക്കുറവാണ് അല്ലെ. കുട്ടികളിലും നമ്മുടെ സ്ത്രീകളിലും ഈ വളർന്നു വരുന്ന പ്രായത്തിലുള്ള സ്ത്രീകളിലെല്ലാം വരുന്നത് രക്തക്കുറവിന്റെ പ്രശ്നങ്ങളാണ്. വേറെ ആൾക്കൊന്നും മരുന്ന് കൊടുക്കണം, വാക്സിൻ എടുക്കാൻ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ചെയ്യില്ല. പക്ഷെ എന്നാലും രണ്ട് പോയിന്റുകൾ പറയാം. ഒരാള് മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് വേണേലും കഴിക്കാനുള്ള ലൈസൻസ് അല്ല. മെലിഞ്ഞിരിക്കുന്ന ആളുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ ആ കൊഴുപ്പിന് പോകാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് എവിടേക്ക് പോകും? നമ്മുടെ ഹൃദയത്തിലേക്ക്, ലിവറിലൊക്കെ ആയിരിക്കും പോകും. തടിയുള്ള ആൾക്കാർക്ക് അസുഖം വരുന്നതിനൊക്കെ കൂടുതൽ പരിധിയില്ലാതെ മെലിഞ്ഞ ആൾക്കാർ ഭക്ഷണം കഴിച്ചാലാണ് അസുഖം കൂടുതൽ വരിക. തടിയുള്ളവർക്ക് എന്തായാലും വരും, പക്ഷെ തടിയുള്ളവരെക്കായി കൂടുതൽ തടിയുള്ളവർക്ക് പോകാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. തടിയുള്ളവരുടെ എന്താ പറയുക, ഒബീസിറ്റി എന്നാണ് പറയുക, പൊണ്ണത്തടി. തടിയില്ലാത്തവർക്ക് എന്താ പറയാ, ലീൻ ഒബേസിറ്റി എന്ന് പറയാം, മെലിഞ്ഞ പൊണ്ണത്തടി. എന്തിനിപ്പോ കുറയ്ക്കാൻ പറഞ്ഞത് തോന്നും. അപ്പൊ ഈ പറയുന്ന പലരോടും ഞാനിത് പറയാറുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉപ്പിന്റെ അംശം, കൊഴുപ്പിന്റെ അംശം എല്ലാം കൂടുതലാണ്. ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും മെഴുക്ക് പുരട്ടി തന്നെയാണ്, നിറച്ചും മെഴുക്കാണായത്. എണ്ണ ഒരു ലോഡ് വെച്ചിട്ടാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുള്ളൂ. അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ മാത്രമേ അതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇവിടെ തന്നെ ഒരുപാട് അസുഖങ്ങളുണ്ട്. കിഡ്നി അസുഖങ്ങൾ കൂടുതലാണ്. ഞാൻ ചുങ്കത്തറ CSC മെഡിക്കൽ ഓഫീസറായിരുന്നു. നമുക്കിപ്പോൾ 91 രോഗികൾ, 136 രോഗികളായി ഇപ്പോൾ ഡയാലിസിസ് രോഗികൾ. എന്തുകൊണ്ട് ഈ ഭാഗത്ത് ഇത്രയും ഡയാലിസിസ് വരുന്നു? അവിടെയുള്ള 136 രോഗികളിൽ 90% പേരും